അസ്സലാമലൈക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടോ. വീഡിയോ എന്തായിരിക്കും എന്നായിരിക്കൂലേ നമ്മൾ കമ്പനിയിൽ കണ്ടില്ലേ എല്ലാവരും. കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴയിലെ റഹീമക്കാക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യണം കേട്ടോ. നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ കുറേ ദിവസമായി ഇത് ചെയ്യണം എന്ന് മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടല്ലേ റിതുവോ റഹീമിക്കാക്ക് വേണ്ടിയിട്ട് എന്താ വീഡിയോസ് ചെയ്യാത്തതെന്ന്. ചെയ്യാൻ പൂതിയുണ്ട്. അപ്പോൾ ചെയ്യണം എന്നിങ്ങനെ കരുതി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യണുണ്ട്, ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളെ നമുക്കിപ്പോൾ അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലെങ്കിലും 63 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്, 63K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഒരുപാട് വീട്ടമ്മമാരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് പേഴ്സണലായി വിളിക്കണവും വാട്സപ്പ് ചെയ്യലൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവനനെക്കൊണ്ട് കഴിയണ പോലെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലേ റിതുവോ? നമ്മൾ കൊടുക്കണ ഒരു 10 രൂപയാണെങ്കിലും എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് നിങ്ങൾക്കറിയില്ല. ഒരു വാക്ക് കൊണ്ടെങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ അല്ലേ. ഈ റമദാൻ മാസത്തിൽ ആ ഉമ്മാൻ്റെ കരച്ചിലൊന്നും കാണാൻ വയ്യട്ടോ. ഞാൻ ഒരുപാട് കാണലുണ്ട്. എല്ലാവരും ചെയ്ത വീഡിയോ ഞാനിങ്ങനെ എടുത്ത് നോക്കലുണ്ട്. എനിക്ക് ഒരുപാട് വിഷമമാണ്. നമ്മളൊക്കെ ഉമ്മമാരല്ലേ. ഞാനും 6 കുട്ടികളെ ഉമ്മയാണ്. ഇതിൽ കാണുന്ന കൂടുതൽ ഉമ്മമാരാണെന്ന് എനിക്ക് നേർക്കറിയാം. അപ്പോൾ നമുക്കൊക്കെ മക്കളില്ലേ, 18 വർഷമൊക്കെ ആ ഉമ്മ മോനെ കാണാതെയൊക്കെ ഒരുപാട് കണ്ണീര് ഒഴിച്ചിക്കൂലേ. അപ്പം അതും ചെയ്യാത്ത കുറ്റത്തിന്. അപ്പോൾ പിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നാണല്ലേ റിതോ അറിവ്. നമുക്ക് അതൊന്നും അറിയില്ല കേട്ടോ. അവിടെ പോയി വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എനിക്കില്ല. എല്ലാവരും പറയുന്നുണ്ട് അവിടെ പോയി ചെറിയ യൂട്യൂബർമാരും വലിയ യൂട്യൂബർമാരൊക്കെ ചെയ്യണം പറയുന്നത്. വ്യൂവിനും ഒന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മളെ കണ്ടൻറ്റും ഇതല്ല നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു താല്പര്യം നല്ലൊരു മാസമാണ്. നമ്മളൊരു വാക്ക് കൊണ്ടെങ്കിലും ഒരു 10 രൂപ ആർക്കെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാ അതിൻ്റെ ഒരു നേട്ടം നമുക്ക് ദുനിയാവിന്നും ആഖിറത്തുനിന്നും ഒക്കെ കിട്ടും അല്ലേ. പിന്നെ പ്രാർത്ഥന, കഴിയാത്തവർക്ക് പ്രാർത്ഥന ചെയ്യുക, പ്രാർത്ഥനയിലൂടെയും ഉൾപ്പെടുത്താം. അപ്പോൾ 18 വർഷമായിട്ട് അവരവിടെയാണല്ലോ. നമ്മളൊന്നും ഇതൊന്നും അറിയില്ലല്ലേ. നമുക്ക് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ തുറന്നു നോക്കുമ്പോൾ എനിക്കതൊന്നുമില്ല കേട്ടോ. ഇൻസ്റ്റഗ്രാമുള്ളൂ. അതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ തുറന്നാൽ ഇതൊക്കെ തന്നെയാണ് കാണുന്നത് യൂട്യൂബിലും എല്ലാം. അപ്പം നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ അദ്ദേഹം ഈ മണ്ണിലെത്തും. എന്തായാലും റമദാൻ മാസത്തിലൊക്കെ നമ്മൾ ഒരു പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാന്നറിയണ ഏതവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കണതെന്ന് നമുക്ക് ശരിക്കും അറിയാലേ. അത് ആലോചിക്കാനും കൂടി വയ്യ. ഒരു അസുഖം ആകുകയാണെങ്കിൽ നമ്മൾ അതെഴുതിക്കാണ്ട് നമ്മൾ സമാധാനിക്കൂലേ. ആ ഉമ്മാൻ്റെ നെഞ്ഞ് പെടയണത്. നമ്മളൊക്കെ ഉമ്മമാരാണ്. 10 മാസം ചുമന്ന് പ്രസവിച്ച ഉമ്മമാരാ. ഉമ്മാൻ്റെ കണ്ണീര് കണ്ടിട്ട് സത്യം പറയട്ടോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. നമുക്കേ അതിൻ്റെ മനസ്സ് ശരിക്കും അറിയുള്ളൂ. ഒരുപാട് ഇക്കമാരും യൂട്യൂബേഴ്സ്മാരും ഒക്കെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സംഘടനകളും അല്ലേ ഇതോ എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഫാമിലി ആളുകളാണ് എനിക്ക് നല്ലോണം അറിയാം. നമ്മളെ ഭർത്താക്കന്മാരൊക്കെ കൊടുത്തുക്കും. എന്നാലും അമ്മക്ക് ഗൂഗിൾ പേ ഒക്കെ ഇല്ലാത്ത ആളുകളുണ്ടോ? നമുക്കൊക്കെ ഉണ്ടാവില്ലേ. ഒരു 10 രൂപയോ ഒരു 100 രൂപയോ ഒരു ദിവസത്തെ നമ്മൾ ഇപ്പം നോമ്പാണ് അധിക വീട്ടിലുണ്ടാവും ഒരു 50 റുപ്യൻ്റെ ഇറച്ചിയോ 100 റുപ്യൻ്റെ ഇറച്ചിയോ ഒക്കെ അല്ലേ. ഇത്ര എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കൊക്കെ അറിയാം. എൻ്റെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ദിവസം മാറ്റി വെച്ചിക്കാണ്ട് നമുക്ക് 50 റുപ്യ കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മളെ മാപ്പിളാർ കൊടുത്തൊന്നും നമ്മൾ നോക്കണ്ട കേട്ടോ. നമ്മളെക്കൊണ്ട് ഒരു 50 റുപ്യ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ ആ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. അദ്ദേഹം 34 കോടിയൊക്കെ വേണമല്ലോ. അധിക ദിവസമൊന്നുമില്ല. ഞാനൊക്കെ നേരം വൈകി. എല്ലാവരും പറയുന്നുണ്ട് വീഡിയോസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വ്യൂവിനും കാര്യങ്ങൾക്കൊന്നും വേണ്ട കേട്ടോ. അതിനും വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മളെപ്പോലെ ഒരു മനുഷ്യന് നമ്മളെ സഹോദരനായിക്കാണ്ട് നമ്മൾ കണ്ടുകാണ്ടാട്ടോ. നമ്മൾ ഒരു 10 റുപ്യ നമ്മൾ ഈ വാക്ക് കൊണ്ട് ഒരു 10 രൂപ ഒരു മനുഷ്യന് കൊടുത്തുകണെങ്കിലോ അല്ലെങ്കിൽ സഹായം നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കണമെങ്കിലോ ഒക്കെ ആ മനുഷ്യൻ നമ്മളെയൊക്കെ ഒരു വാക്കുകൊണ്ടോ ഒരു 10 രൂപ കൊണ്ടോ ഒക്കെ നമ്മളെ മണ്ണിലെത്തി എന്നറിയുമ്പോൾ നമ്മളൊക്കെ അഭിമാനിക്കൂലേ. നമ്മൾ അൽഹംദുലില്ലാ നമ്മളും കൂടി കാരണം അദ്ദേഹം ഒരു പുതിയ ജീവിതത്തിലേക്ക് വരികയാണല്ലേ. എന്തായാലും ആ ഉമ്മാൻ്റെ കണ്ണീര് കാണാതെ പോവരുത് കേട്ടോ. നമ്മളെ മാപ്പിളാർ കൊടുത്തൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മളെക്കൊണ്ട് ഇതിൽ കുറേ താത്തമാരെ എനിക്കറിയാം. ഒരു 10 റുപ്യ ആയാലും 100 റുപ്യ ആയാലും നമ്മളെക്കൊണ്ട് കഴിയണത് അത് കൊടുത്തോളി. എത്ര ആയാലും കൊടുത്താൽ തീരൂല. അതുപോലെ ഒരുപാട്
നല്ല എന്താ ആളുകൾ കാണുന്നുണ്ടാവും. നമ്മളെ യൂസുഫ് അലിക്കും അതേപോലെ വഹാബും സാറും ഒക്കെ കാണുന്നുണ്ടാവും. ഒക്കെ എനിക്ക് ഓലൊന്നും അറിയില്ല കേട്ടോ. അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തും പൈസ കൊടുത്തുകാണ്ടൊക്കെ സഹായിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാനറിയില്ല കേട്ടോ. അധികം ആളുകൾക്കും അറിയാം, എനിക്ക് പറയാൻ അറിയില്ല എന്ന്. എന്നാലും നമ്മൾ വീഡിയോ ചെയ്യണത് എന്താ, നമ്മളെപ്പോലെ ഒരു മനുഷ്യന്, പച്ചയായ മനുഷ്യൻ ഇവിടെ എത്താനും വേണ്ടിയിട്ട്, നമ്മളെ മണ്ണിലെത്താനും വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും ദുആ ചെയ്യുക. പൈസ കൊണ്ട് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കൊന്നല്ല കേട്ടോ. നമ്മൾ ദുആയെങ്കിലും ചെയ്യോണ്ടി അദ്ദേഹത്തിനും വേണ്ടിയിട്ട്. എന്തായാലും എല്ലാവരും ഒത്തൊരുമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും അതിൻ്റെ പൈസയും കണക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് കൊടുത്താൽ എത്ര ആയാലും തീരൂല. എന്താ വെച്ചാൽ 34 കോടി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട്. എന്നാലും നമ്മൾ ഒത്തൊരുമിച്ചാൽ നടക്കും മക്കളെ. നമ്മൾ എത്രയും അങ്ങനെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടുണ്ടല്ലേ. ഒരു കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട് കോടികൾ കൊടുത്തിട്ട് ഇന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ കൊടുത്തത് ഒരിക്കലും വിളിച്ച് പറയല്ല മക്കളെ. എനിക്ക് ഒന്നിനും കഴിയാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം. എന്നാലും ഇന്നെക്കൊണ്ട് കഴിയണ പോലെ ഞാനും സഹായിക്കും, നിങ്ങളും സഹായിക്കും. അപ്പം എത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം റഹീമുക്കാക്കും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യോണ്ടി. 41 വയസ്സായിട്ടുള്ളൂ, 18 വർഷമായി അദ്ദേഹം ആ ജയിലിൽ കിടക്കുകയാണ് ചെയ്യാത്ത കുറ്റത്തിന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾക്കൊണ്ട് ഒന്നിനും കഴിയില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവില്ലേ. ഭൂമി ഇങ്ങനെ ഉരുണ്ടും പരന്നൊക്കെ കിടക്കുകയല്ലേ മക്കളെ. ചിരിക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലും മുക്കിലും മൂലയിലൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു 10 ഉറുപ്പ്യ കൊടുത്ത് സഹായിക്കാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ പുണ്യപ്പെട്ട ഈ മാസത്തിൽ അതിനുള്ള കൂലി റബ്ബ് നമുക്ക് തരും. നമ്മൾ എന്ത് ഉദ്ദേശം നേർച്ച വെച്ച് കൊടുത്താലും നമുക്ക് റബ്ബ് ദുആ എന്തായാലും സ്വീകരിക്കാക്കൂല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യോണ്ട്, ലൈക്കും ചെയ്യോണ്ട്. ലൈക്ക് ചെയ്താലേ നമുക്ക് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. മാക്സിമം ഇട്ടോടത്തും ഇട്ടോണ്ടി. കാരണം ചിലപ്പോൾ എൻ്റെ വാക്ക് കൊണ്ടെങ്കിലും ഓൽക്കൊന്ന് തോന്നിയെങ്കിൽ നമുക്ക് റബ്ബേ അല്ലേ. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യോണ്ടി. കഴിയുന്ന പോലെ പൈസ കൊടുക്കോണ്ടി, അല്ലെങ്കിൽ ദുആ ചെയ്യോണ്ടി. ആര് കൊടുത്തോ ഒന്നും നമ്മൾ നോക്കണ്ട കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ കൊടുക്കോണ്ടി. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരണ്ട കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഒരുപാട് നേരം വൈകിയെന്നും തോന്നുന്നു ഞാൻ ചെയ്യാൻ. 10 ദിവസമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.